ഉണ്ടാവും. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ബില്ല് കൊടുക്കാൻ പോകുമ്പോഴത്തേക്കും ഇവര് കഴിച്ച കണ്ട ഭാവമേ നടിക്കാതെ മാറി നിൽക്കും. എന്റെ സ്നേഹം അരുണിമയെ പറ്റിയുള്ള ഒരു ഇഷ്യൂസും കാര്യങ്ങളും വന്നതിന് ശേഷം ഓരോരുത്തരും അതിനെപ്പറ്റി ഒപ്പീനിയൻ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിയാക്ഷനൊക്കെ എടുത്ത് ആൾക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും ഇതിനെപ്പറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒപ്പീനിയനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണണമെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. ഇതിനകത്ത് ഇപ്പോൾ ഞാൻ മെയിനായിട്ട് പറയാൻ പോകുന്നത് സുജിത് ഭക്തൻ, എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഭയങ്കര സീനിയർ ആയിട്ടുള്ള ഒരു മലയാളി യൂട്യൂബറാണ്. വളരെയധികം ആരാധകരൊക്കെ ഉള്ള ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഇതിനെക്കുറിച്ചുള്ള ഒരു ഒപ്പീനിയനായിട്ട് അദ്ദേഹം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞ കുറേയധികം കാര്യങ്ങൾ കേട്ടപ്പോഴത്തേന് സത്യമാണല്ലോ എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഇതേപോലെ കുറേയധികം ആൾക്കാരുണ്ട്, എന്താ പറയുക, കിട്ടുന്ന അവസരം മുതലെടുക്കുന്ന കുറേ പേര്, അതായത് ബാക്കിയുള്ളവരെ ഊറ്റി ജീവിക്കുന്ന കുറേയധികം പേര്, അങ്ങനെയൊക്കെ കുറേയധികം പേര് നമ്മുടെ സമൂഹത്തിൽ നമ്മളെ അതേപോലെ ചെയ്തവർ കാണും. തൻ്റെ അനുഭവത്തെക്കുറിച്ചും തനിക്ക് എന്താണ് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളതെന്ന് പറഞ്ഞൊരു വീഡിയോ പുള്ളിക്കാരൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയുടെ ചെറിയൊരു ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കും. യാത്രകൾക്കിടയിൽ ഞാൻ ധാരാളം ട്രാവലേഴ്സിനെ കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർ എൻ്റെ കൂടെ കുറച്ച് ദിവസം ട്രാവൽ ചെയ്തിട്ടുണ്ട്, എൻ്റെ കൂടെ ഞാൻ താമസിപ്പിച്ചിട്ടുണ്ട്. അപ്പം ചില ആൾക്കാർ നമ്മുടെ കൂടെ കൂടിയുണ്ടല്ലോ, അവർ ഇത്തിൽ കണ്ണി പോലെ പിടിച്ചും കയറും. അതായത് നമ്മൾ ചിലപ്പോൾ അവരെ ഒരു ദിവസം നമ്മുടെ റൂമിൽ താമസിപ്പിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് 1-2 നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവും. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ബില്ല് കൊടുക്കാൻ പോകുമ്പോഴത്തേക്കും ഇവര് കഴിച്ച കണ്ട ഭാവമേ നടിക്കാതെ മാറി നിൽക്കും. എന്റെ സ്നേഹത്തിന് ഞാൻ ഒരു നേരം നിങ്ങൾക്ക് ഭക്ഷണം വാങ്ങിച്ചു തന്നു, പക്ഷേ നീ എപ്പോഴും ഞാൻ വാങ്ങിച്ചു തരുന്ന കാത്തിരിക്കട്ടെ, നിനക്കും കൊടുക്കാം, അല്ലെങ്കിൽ നിനക്ക് ഷെയർ ചെയ്യാം, നിന്റെ വിഹിതം പറയാം, അല്ലെങ്കിൽ നിന്റെ ഓഫർ പറയാം, ഞാൻ എപ്പോഴും നിനക്ക് ഭക്ഷണം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ധാരാളം ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഒരാളെ അങ്ങ് പിടിയുക, യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള കുറച്ച് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് സ്നേഹത്തിന്റെ പുറത്ത് എപ്പോഴും ഒരാൾ ചെയ്തു എന്ന് വരത്തില്ല, മനസ്സിലായില്ലേ? നമ്മുടെ രീതി അല്ല മറ്റുള്ള ആളുകളുടെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും അങ്ങനെയുള്ള സമയങ്ങളിൽ ആരെങ്കിലും ഒക്കെ നിങ്ങളെ ഹോസ്റ്റ് ചെയ്യുവാണെങ്കിലോ ആരെങ്കിലും ഒക്കെ നിങ്ങളെ ഇതാക്കുവാണെങ്കിലോ അവരെ പൂർണ്ണമായിട്ട് പിഴിയാതെ കണ്ട് അവർക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാം, അവർ ഗിഫ്റ്റ് കൊടുക്കാം, ഇല്ലെങ്കിൽ അവർ ചിലപ്പോൾ 1-2 ദിവസമൊക്കെ നമ്മളെ സഹിക്കുമായിരിക്കും. പക്ഷേ അതിൽ കൂടുതൽ ദിവസങ്ങളൊക്കെ നിന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. സുജിത് ഭക്തൻ ഇട്ട ആ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് അനുഭവിച്ചിട്ടുള്ള, അദ്ദേഹം കണ്ടിട്ടുള്ള കുറേയധികം ഇതേ കണക്ക് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരിൽ നിന്നും നേരിട്ടിട്ടുള്ള കാര്യങ്ങളാണ് ആ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പാണ് നിങ്ങളിപ്പോൾ ആദ്യമേ കണ്ടത്. ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം, ഇതേ കണക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ കുറേയധികം ആൾക്കാർ ഈ ഒരു അരുണിമയെ പോലെയുള്ളവരെയൊക്കെ കണ്ടിട്ടുണ്ട്. അവരെയൊക്കെ എന്ത് ചെയ്യും, കുറച്ച് ദിവസം ഇവരെ കൂടെ നിർത്താൻ, അതായത് നിങ്ങൾ വന്ന് താമസിച്ചോളൂ എന്ന് പറഞ്ഞ് അവരെ കൊണ്ടുവന്ന് കുറച്ച് 2-3 ദിവസം നിർത്തും. പക്ഷേ എന്നിരുന്നിട്ട് പോലും ഇവർ ഈ ഒരു ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ബില്ല് ഷെയർ ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യത്തില്ല. ബില്ലൊക്കെ ആവുന്ന സമയത്ത് പുള്ളിക്കാരനോ പുള്ളിക്കാരി ആരാണെങ്കിലും ശരി മാറി നിൽക്കും, ഇവർ തന്നെ അടയ്ക്കട്ടെ എന്നുള്ളൊരു കാര്യത്തിൽ. അതൊരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ലല്ലോ. എന്തേലും, അതായത് നിങ്ങൾ അവരെ കൂടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് നിൽക്കുവാണ്. ഇപ്പോൾ വേറെ വല്ലയിടത്ത് റൂമിലൊക്കെ എടുക്കണമെങ്കിൽ അവിടെ നല്ല പൈസ ചിലവാക്കണം, അതിന് ഫുഡ് വാങ്ങുന്നതിന് പൈസ കൊടുക്കണം. അപ്പം നിങ്ങൾ വെറുതെ നിൽക്കുന്ന സ്ഥലത്ത് എന്തേലും പൈസ മുടക്കി ഇവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ചെയ്തുകൂടെ? അതുപോലും ചെയ്യാത്ത കുറേയധികം പേരെ തൻ്റെ ജീവിതത്തിലും കണ്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് സുജിത് ഭക്തൻ പറയുന്ന ഒരു കാര്യം. അത് ബില്ലൊക്കെ കൊടുക്കുന്നത്, ഫുഡ് കഴിച്ചിട്ട് ബില്ല് കൊടുക്കാൻ നേരത്ത് പുള്ളിക്കാരനോ പുള്ളിക്കാരി ആരായാലും ശരി എന്ത് ചെയ്തു അവിടെ സൈഡിൽ അങ്ങ് മാറി നിൽക്കും, ഒന്നും പൈസയൊന്നും തരത്തില്ല, ഇവരെ അങ്ങ് മുതലെടുക്കാൻ വേണ്ടി ശ്രമിക്കും. ഇപ്പം അരുണിമയുടെ കാര്യം ഏകദേശം അങ്ങനെയാണ്. ഇപ്പോൾ 2 ദിവസമൊക്കെ അവിടെ നിൽക്കാൻ എല്ലാവരും അനുവദിക്കും, പക്ഷേ അതിൽ കൂടുതലൊക്കെ നിൽക്കണമെന്ന് പറഞ്ഞാൽ അതും പൈസയൊന്നും കൊടുത്തതായിട്ടൊന്നും തന്നെ പറയുന്നില്ല. അപ്പോഴത്തേനും അതുപോലെ തന്നെ ആ ഒരു അരുണിമ കൊണ്ടുപോയ ഡ്രസ്സ് വരെ അവിടുത്തെ ആ ഒരു ജോർജിൻ്റെ ഭാര്യയാണ് കഴുകി കൊടുത്തത്. അപ്പം അത്രയൊക്കെ ചെയ്യുമ്പോഴത്തേനും ഒരു 2-3 ദിവസമൊക്കെ ഓക്കെ, അതിൽ കൂടുതൽ നിൽക്കാൻ നേരത്ത് ആൾക്കായാലും ഒരു ഇഷ്ടക്കേട് വരും. അതായിരിക്കും അവരും ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഫുൾ അരുണിമയെ ഭയങ്കരമായിട്ട് നേരിട്ട് പേര് പറഞ്ഞ് ടാർഗറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഇതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്. അതേ കണക്ക് അവിടെ നിൽക്കുമ്പോഴത്തേനും 1-2 ദിവസം നിൽക്കാം, അതിൽ കൂടുതലൊക്കെ നിൽക്കുമ്പോഴത്തേനും ആൾക്കാർ ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ അവർ നിങ്ങളവിടെ നിൽക്കുന്ന പൈസ കൊടുത്തിട്ടോ ഒന്നുമല്ല, അവർ നിങ്ങളെ നിർത്തിയേക്കുവാണ്. ഫുഡും എല്ലാ സാധനങ്ങളും എല്ലാം അവർ തന്നെയാണ് തരുന്നത്. അപ്പം നിങ്ങൾക്ക് ചെറുതായിട്ട് എന്തെങ്കിലും സഹായം ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് സുജിത് ഭക്തൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് ഫുഡ് ഷെയർ ചെയ്യുക, അതായത് പൈസ ഷെയർ ചെയ്യുക, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒന്നും ചെയ്യാത്തവരെ ആൾക്കാരുടെ കാര്യമാണ് സുജിത് ഭക്തനും പറഞ്ഞിട്ടുള്ളത്. തനിക്ക് അനുഭവമുള്ള കാര്യങ്ങളുമാണ്. അപ്പം ഈ ഒരു അരുണിമയുടെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ 2-3 ദിവസം നിന്നിട്ടുണ്ട്, അവിടെ പൈസയോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. ഈ ഒരു അരുണിമ തന്നെ പറയുന്നുണ്ട്, അതായത് ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം വേറൊരു ഹോട്ടലിൽ റൂം എടുത്തപ്പം അവിടെ നല്ല എക്സ്പെൻസീവാന്ന് പറയുന്നുണ്ട്. അപ്പം അവിടെ ഫ്രീ ആയിട്ട് 2-3 ദിവസം നിന്നു. അവിടെ രാവിലെ എല്ലാം ഫുഡെല്ലാം അവർ തന്നെയാണ് കൊടുത്തത്. അതുപോലെ തന്നെ എല്ലായിടത്തും കൊണ്ടുപോയി കാറിലൊക്കെ കൊണ്ടുപോയി കാണിക്കുകയും ചെയ്ത് പൈസ ചിലവോ ഒന്നും തന്നെ ഇല്ല. അപ്പം ഇത്രയും ദിവസം കഴിയുമ്പോഴത്തേന് ചിലപ്പോൾ അവർക്ക് തന്നെ മടുപ്പ് വരും. അതൊക്കെ ഒന്ന് അറിയണ്ടേ? അല്ലെങ്കിൽ ആ ഒരു പറയുന്ന കാര്യങ്ങൾ ഈ ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ട് ആ ഒരു കുടുംബത്തെ മൊത്തം നാറ്റിക്കുന്ന രീതിയിൽ അങ്ങനെ ചെയ്ത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല.
അറ്റ്ലീസ്റ്റ് അവർ ഇത്രയും ദിവസം ഒരു 3 ദിവസം നിങ്ങളുടെ കാര്യം മൊത്തം നോക്കില്ലേ, ആ ഒരു കാര്യത്തിലെങ്കിലും നിങ്ങൾക്കൊരു കുറച്ച് കൺസിഡറേഷൻ ചെയ്തിട്ട് അങ്ങനെ വീഡിയോ ഇട്ടത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ഈ ഒരു വീഡിയോയിൽ ഫുള്ള് ഈ ഒരു എന്താ പറയുക അനുഭവത്തെക്കുറിച്ചൊക്കെയാണ് സുജിത് ഭക്തൻ പറയുന്നത്. അതുപോലെ തന്നെ ചെറുതായിട്ട് അരുണിമയ്ക്ക് ഇട്ടൊരു കൊട്ടു കൊടുക്കുന്ന കണക്കും കൊടുത്തിട്ടുണ്ട്. പേര് ഭയങ്കരമായിട്ട് എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഇതുപോലെ കുറേയധികം ആൾക്കാരുണ്ട്. അതായത് ഇവരൊക്കെ പൈസയൊക്കെ സമ്പാദിക്കുന്നുണ്ട്, ഈ ഒരു യൂട്യൂബിൽ നിന്നൊക്കെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നുണ്ട്, ഇതിൽ നിന്ന് സമ്പാദിക്കുന്നുണ്ട്. പക്ഷെ അത് അവർക്ക് അല്ലാതെ എന്താ പറയുക ചിലവാക്കാൻ ഭയങ്കര മടി, ബാക്കിയുള്ളവരെ ഊറ്റിപ്പിഴിഞ്ഞ് ജീവിക്കാൻ കുറേ പേര് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ശ്രമിക്കുന്നവരുടെ കാര്യമാണ് ഈ സുജിത് ഭക്തൻ ഇതിൽ പറയുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുപാടിന് നമ്മളെ ഉപയോഗിക്കാൻ ശ്രമിച്ച കുറേയധികം ആൾക്കാർ കാണാം. അവർക്ക് എങ്ങനെയെങ്കിലും സ്വന്തം കാര്യം നടന്നാൽ മതി, എങ്ങനെയെങ്കിലും ബാക്കിയുള്ളവരെ ഊറ്റിയാൽ മതി. അപ്പം ഇങ്ങനത്തെ ഉള്ള കുറേയധികം ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പം ഒരു യാത്ര പോകുന്നു, ഇപ്പോൾ അരുണിമയൊക്കെ ഒരു യാത്ര പോയ സമയത്ത് അവിടെ ഈ ഒരു വ്യക്തിയെ വിശ്വസിച്ച് മാത്രം പോയെന്ന് എനിക്ക് വിശ്വാസം വരുന്നില്ല. അവിടെ വേറെ അധികം ആൾക്കാരൊക്കെ കാണും. പക്ഷേ ഈ ഒരു വ്യക്തിയെ കിട്ടിയ സമയത്ത് പുള്ളിയെ മുതലെടുക്കാൻ ശ്രമിച്ചതാണോ എന്നുള്ളൊരു കാര്യമാണ് ചിന്ത വരുന്നത്. കാരണം ഈ അരുണിമ ഇതിനു മുമ്പ് കുറേയധികം സ്ഥലത്ത് പോയിട്ടുണ്ട്, അവിടെ ചെന്ന് നിന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അരുണിമ പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും എത്ര ദിവസത്തോളം നിൽക്കും, ഒരു പരിധിയില്ല. ഇപ്പോൾ എക്സ്പെൻസ് ഒരു വീട്ടിൽ ഈ ഒരു കുട്ടി ചെല്ലുന്ന സമയത്ത് ഈ ഒരു കുട്ടിയുടെ ഫുഡ് കാര്യങ്ങൾ എല്ലാം നോക്കണ്ട. അതേപോലെ പോകുന്ന യാത്ര പോയിടത്തെല്ലാം മറ്റേ ഒരു ജോർജ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് കൊണ്ടുപോയത്. അപ്പം ആ ഒരു വ്യക്തി ഈ ഒരു കുട്ടിയുടെ ചിലവൊക്കെ എടുക്കുമ്പോഴത്തേനും അവിടെ എന്തുമാത്രം ഇവർ പൈസ ചിലവാക്കുന്നുണ്ട് ഈ ഒരു കുട്ടിക്ക് വേണ്ടി. അപ്പോൾ അത് മനസ്സിലാക്കണമായിരുന്നു. അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ പോലും വെളിയിൽ പോകുന്ന സമയത്ത് ആ ഒരു കുടുംബത്തെ മൊത്തം സമൂഹത്തിൻ്റെ മുമ്പിൽ നാറ്റിക്കുന്ന രീതിയിൽ ഒരിക്കലും ചെയ്ത് ശരിയായിട്ടില്ല. അതെല്ലാവരും പറഞ്ഞിട്ടുള്ളൊരു കാര്യം. അതിനെക്കുറിച്ചൊരു ഒപ്പീനിയനായിട്ട് അതിനെക്കുറിച്ച് എന്താണ് ബാക്കിയുള്ളവർ ആ ഒരു വീട്ടിലെ തന്നെ ജോർജിൻ്റെ ഇളയ മോളൊക്കെ ഒരു വീഡിയോ എടുത്ത് അകത്തുണ്ടായ സംഭവം വീഡിയോ എടുത്ത് വെളിയിലിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് അതും പോയി കാണാവുന്നതാണ്. അപ്പം ആ ഒരു വീഡിയോസും കാര്യങ്ങളും ഒക്കെ വെളിയിൽ വന്ന സമയത്ത് അതിനു മുമ്പ് അരുണിമ ഭയങ്കരമായിട്ട് ഇവർക്കെതിരെ റിപ്ലൈയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവർ ചെയ്ത് തെറ്റാണ്, നല്ല സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഇറക്കി വിട്ടു എന്നുള്ളൊരു കാര്യമൊക്കെ. പക്ഷേ ഈ ഒരു വീഡിയോ പുറത്ത് വന്നതിന് ശേഷം അരുണിമ ഒരു കാര്യം പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടിട്ടില്ല, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കുന്നേ ഇല്ല. പുള്ളിക്കാരി തൻ്റെ ചാനലിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് അമേരിക്ക എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളും അല്ലാതെ വേറെ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അതിനർത്ഥം അരുണിമ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ അതിന് റിപ്ലൈ ആയിട്ട് വരേണ്ടതായിരുന്നല്ലോ. പക്ഷേ റിപ്ലൈ കൊടുക്കുന്നുണ്ട്, വീഡിയോ ആയിട്ടല്ല. ഈ ഒരു റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്നവരെ കമൻറ്റ് ബോക്സിലൊക്കെ ചെന്നിട്ടോ നിങ്ങളൊക്കെ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്നല്ലോ എന്നൊക്കെ രീതിയിൽ പുള്ളിക്കാരി മെസ്സേജ് ഇട്ട് പിന്നെ അത് ഡിലീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ആ ഒരു മെസ്സേജ് സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് അതും ആൾക്കാർ റിയാക്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളെന്ന് പറയുമ്പോൾ ഒരു വളരെ മോശമായിട്ടുള്ളൊരു കാര്യം ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുന്നത്. അരുണിമ ഇപ്പോൾ കുറേയധികം ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഒരു പാഷനെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവർക്കും ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ഒരു അരുണിമയെ കണ്ട് ഇൻസ്പയർ ആയ കുറേയധികം ആൾക്കാരുണ്ട്. അപ്പം അവർക്കൊക്കെ താനൊരു ഇൻസ്പിറേഷൻ ആണെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഇത് കണ്ട് ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കും, ചിലപ്പോൾ നിങ്ങളോടുള്ള ഇഷ്ടം തന്നെ പോകും. ഒരിക്കലും ഇങ്ങനെ ചെയ്യരുതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു ഒപ്പീനിയൻ. ഇപ്പം ഈ ഒരു സുജിത് ഭക്തൻ പറഞ്ഞതായാലും ശരി, കുറേയധികം പേര് ഇതേണ കരുണിമയെ പോലെ തന്നെ വേറെ ആൾക്കാരുണ്ട് ഇതേണക്ക് യാത്ര ചെയ്യുന്നവർ. അവരെ കയ്യിൽ നിന്ന് പൈസ ചിലവാക്കാതെ ബാക്കിയുള്ളവരെ കൊണ്ട് എങ്ങനെ പൈസ ചിലവാപ്പിക്കാം എന്നുള്ള രീതിയിൽ ചിന്തിച്ച് നടക്കുന്നവർ. അതായത് ഓക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകത്തില്ല, ഇവരെ എങ്ങനെയെങ്കിലും ഊറ്റി പിഴിഞ്ഞിട്ട് കുറച്ച് നാൾ ഇവിടെ നിന്നിട്ട് പോകാം എന്നുള്ള രീതിയിൽ. അതൊരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊരിക്കലും നല്ലതല്ല. ബാക്കിയുള്ളവരെ പൈസ കണ്ടിട്ടല്ല നിങ്ങൾ ജീവിക്കണം, നിങ്ങൾ സ്വന്തമായിട്ട് നോക്കുക നിങ്ങളുടെ കാര്യങ്ങൾ. എന്തായാലും സുജിത് ഭക്തൻ ആ ഒരു വീഡിയോയിലിട്ട് തൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞപ്പോഴത്തേനും ഓക്കെ, ഇതിൽ നിന്ന് എന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കുറേയധികം പേരുണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പം ഈ ഒരു അരുണിമയുടെ ഒരു കാര്യം ഇഷ്യൂ വന്നപ്പോൾ എല്ലാം റിയാക്ട് ചെയ്തു, അരുണിമയെ കുറ്റം പറഞ്ഞു, എല്ലാം ഓക്കെയാണ്. പക്ഷേ ഇതിനെല്ലാം റിപ്ലൈ അറ്റ്ലീസ്റ്റ് ഇപ്പം നമ്മളെ പറ്റി ഒരു ഇല്ലാത്ത കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ദേഷ്യം വരും, അല്ലെങ്കിൽ നമുക്ക് അതിന് റിപ്ലൈ കൊടുക്കണമെന്ന് തോന്നുന്നു. അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടൊരു വീഡിയോ എങ്കിലും ഇടുക, അതുപോലും ചെയ്തിട്ടില്ല. അതിനർത്ഥം ചിലപ്പോൾ അരുണിമയ്ക്ക് തന്നെ അറിയാം അരുണിമ ചെയ്തത് തെറ്റാന്നുള്ളൊരു കാര്യം. ചിലപ്പം വ്യൂസിനും ഇതിനൊക്കെ വേണ്ടിയായിരിക്കും പുള്ളിക്കാരി ഇതെല്ലാം ചെയ്തത്. എന്നിരുന്നാലും ആ ഒരു കാഴ്ച ഒരിക്കലും ശരിയാണെന്ന് ആരും പറയത്തില്ല. അത് അരുണിമയ്ക്ക് ചിലപ്പോൾ മനസ്സിലായി കാണും, അതുകൊണ്ടായിരിക്കും വേറെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ചെയ്യാഞ്ഞത്. ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് കാര്യം, നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.